നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇഡി അന്വേഷിക്കും. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ കോടതി ഉത്തരവ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ മുന്നോട്ടു പോകാനാകും. ശശി തരൂരിന്റെ ശരീരം കേന്ദ്രത്തിലും ചിന്ത മറ്റൊരിടത്തുമാണെന്നും വിമർശനം. പോരുവഴി ശാസ്താനട ചാങ്ങിയൽക്കാവിൽ തലയോട്ടി കണ്ടെത്തി. 3 മാസം മുമ്പ് കാണാതായ ആളിന്റേതെന്ന് സംശയം. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ സ്ത്രീയാണ് തലയോട്ടി ആദ്യം കണ്ടത്. പുനലൂർ നഗര സൗന്ദര്യവൽക്കരണം. നഗരസഭ ആവിഷ്കരിച്ച പദ്ധതി പാഴാകുന്നു. MLA റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച ചെടികൾ സംരക്ഷണമില്ലാതെ കരിഞ്ഞുണങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇഡി അന്വേഷിക്കും. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ കോടതി ഉത്തരവിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം ഉൾപ്പെടെയുള്ള രേഖകൾ ഇഡിക്ക് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇഡി അന്വേഷിക്കും. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ കോടതി ഉത്തരവിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇഡിക്ക് കൈമാറുക. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. കേസ് ഇഡിക്ക് കൈമാറുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. ഇഡി സമാന്തര അന്വേഷണം നടത്തുന്നതിനെ SIT എതിർത്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പ് അറിയിച്ചിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും സമാന്തര അന്വേഷണം വേണ്ടെന്നുമായിരുന്നു SITയുടെ നിലപാട്. കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നായിരുന്നു SITക്ക് വേണ്ടി വാദിച്ച പ്രോസിക്യൂഷൻ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF-ന് വിജയം സമ്മാനിച്ചവരെ നന്ദി അറിയിച്ച് LDF നേതാക്കൾ. പുനലൂർ നഗരസഭയിലും ആര്യങ്കാവ്, തെന്മല, കരവാളൂർ പഞ്ചായത്തുകളിലും LDF-നെ വിജയിപ്പിച്ച ജനങ്ങൾക്കാണ് നേതാക്കൾ നന്ദി അറിയിച്ചത്. പുനലൂർ നഗരസഭയിലും ആര്യങ്കാവ്, തെന്മല, കരവാളൂർ പഞ്ചായത്തുകളിലും LDF-ന് വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയിൽ അടുത്ത 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണ് LDF മത്സരിച്ചത്. 3 ഗ്രാമപഞ്ചായത്തുകളിലും UDF ദുർഭരണത്തെ തുറന്നു കാണിക്കാനും മുന്നണിക്കായി. ചിട്ടയായ പ്രവർത്തനം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് വിജയം സമർപ്പിക്കുന്നതായും ജനവിധി വിനയാന്വിതരായി ഏറ്റെടുത്ത് വർദ്ധിച്ച ഉത്തരവാദിത്വബോധത്തോടെ അടുത്ത 5 വർഷം വികസന ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വിഷൻ 2030 എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾ പ്രകടന പത്രിക മുമ്പോട്ട് വെച്ചുകൊണ്ടാണ്. UDF തെരഞ്ഞെടുപ്പിന് നേരിട്ടത് കുറ്റപത്രം വെച്ചുകൊണ്ടാണ്. തന്നെ MP ശ്രീ പ്രേമേന്ദ്രൻ വന്നാണ് ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ട സമയത്ത് ആ പ്രകടന പത്രിക ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാതെ ഭരിക്കുന്ന കക്ഷിയുടെ കുറ്റങ്ങൾ എന്താണ് എന്ന് വ്യാജ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഒരു റിലീസ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇതേ ഹാളിൽ പ്രകടന പത്രിക വിഷൻ 2030 റിലീസ് ചെയ്തത്. അതിനകത്ത് വെച്ച നിർദ്ദേശങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുനലൂരിലെ സമഗ്രമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പദ്ധതികളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾക്ക് 7 സീറ്റ് 21 നേരത്തെ ഉണ്ടായിരുന്ന 21-ൽ 7 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ UDF-ന്റെ കയ്യിൽ നിന്നിരുന്ന 14 സീറ്റിൽ നിന്ന് 6 സീറ്റുകൾ LDF തിരികെ പിടിക്കുകയും ചെയ്തു. 6 സീറ്റുകൾ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളായിരുന്നു. വർഷങ്ങളായി അവർ ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളായിരുന്നു. അപ്പൊ ചാലക്കോട്, പ്ലാച്ചേരി, താമരപ്പള്ളി, ചെമ്മന്തൂർ, അഷ്ടമംഗലം, കേളങ്കാവ് തുടങ്ങിയ വാർഡുകൾ UDF-ന്റെ പ്രധാനപ്പെട്ട സീറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ച് ജയിച്ചിരുന്ന സീറ്റുകളാണ്. ഈ 6 സീറ്റുകൾ 14-ൽ നിന്ന് തിരികെ പിടിക്കുകയും ചെയ്തു. നഗരസഭയിലെ ചില വാർഡുകളിൽ ഉണ്ടാക്കിയ UDF BJP ധാരണ എല്ലാ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടെന്നും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇതിനെതിരായി വിധി എഴുതുമെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പൊ 100-ൽ കൂടുതൽ വോട്ടുള്ള BJP-യുടെ വാർഡുകൾ പ്രധാനപ്പെട്ട വാർഡുകളാണല്ലോ. ആ വാർഡിൽ ഈ വർഷം സ്ഥാനാർത്ഥി ഇല്ല BJP-ക്ക് എന്ന് പറയുമ്പോ LDF-ന്റെ പരാജയത്തിന് പാഴൂർ പഠിക്കൽ പോയി പിന്നെ ഇനി വരച്ചു നോക്കി ഇത് ജ്യോതിഷം നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് മാത്രമാണ് പരാജയം എന്നൊന്നല്ല. പക്ഷെ ആ വോട്ട് UDF-ലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്
എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. UDF സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് കോൺഗ്രസ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു? വാർത്താ സമ്മേളനത്തിൽ CPIM പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി, CPI ജില്ലാ കൗൺസിൽ അംഗം K. രാധാകൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, NCP നേതാവ് K. ധർമ്മരാജൻ, കേരള കോൺഗ്രസ് B നേതാവ് ഷൈൻ ബാബു, RSP L നേതാവ് രാജേഷ് ചാലിയക്കര, CPM ഏരിയ കമ്മിറ്റി അംഗം AR കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുണ്ടറ ആശുപത്രി മുക്കിൽ ബസ് സ്റ്റോപ്പ് എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. സ്ഥലപരിമിതിയായിരുന്നു ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാൻ കഴിയാതിരുന്നതിന് പ്രധാന കാരണം. MLAയുടെ ഇടപെടലിൽ CSI കോമ്പൗണ്ടിൽ ബസ് സ്റ്റോപ്പിന്റെ തൂണുകൾ സ്ഥാപിക്കാൻ ധാരണയാവുകയായിരുന്നു. കുണ്ടറ ആശുപത്രിമുക്ക് കൊട്ടിയം റോഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണം എന്നത് യാത്രക്കാരുടെയും കുണ്ടറ നിവാസികളുടെയും ഏറെക്കാലമുള്ള ആവശ്യമായിരുന്നു. നിരവധി തവണ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ MLA ഉൾപ്പെടെ തുകകൾ അനുവദിച്ചെങ്കിലും സ്ഥലപരിമിതി മൂലം മുടങ്ങുകയായിരുന്നു. KSTP പദ്ധതി പ്രകാരം എല്ലാ ജംഗ്ഷനിലും ബസ് സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും ആശുപത്രിമുക്കിൽ സ്ഥലപരിമിതി മൂലം മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് PC വിഷ്ണുനാഥ് MLA CSI അധികൃതരുമായി ചർച്ച നടത്തി. ബസ് സ്റ്റോപ്പിന്റെ തൂണുകൾ മാത്രം CSIയുടെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ ധാരണയായി. ഇതോടെയാണ് ആശങ്ക പരിഹരിച്ച് ആശുപത്രിമുക്കിൽ വെയിറ്റിംഗ് ഷെഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഏറെ ആശ്വാസത്തിലാണ് യാത്രക്കാരും കുണ്ടറ നിവാസികളും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ നഗര സൗന്ദര്യവൽക്കരണം. നഗരസഭ ആവിഷ്കരിച്ച പദ്ധതി പാഴാകുന്നു. പദ്ധതിയുടെ ഭാഗമായി MLA റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച ചെടികൾ പരിപാലനമില്ലാതെ കരിഞ്ഞുണങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുനലൂർ നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകുക എന്ന ലക്ഷ്യത്തോടെ MLA റോഡിന്റെ വശങ്ങളിൽ ചെടിച്ചട്ടികളും അലങ്കാര ചെടികളും സ്ഥാപിച്ചത്. ആദ്യത്തെ 2 മാസം കൃത്യമായ പരിപാലനം ലഭിച്ചതിനാൽ റോഡ് മനോഹരമായി. എന്നാൽ പിന്നീട് നഗരസഭയോ ബന്ധപ്പെട്ടവരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെ ചെടികൾ നശിക്കാൻ തുടങ്ങി. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാനോ സംരക്ഷിക്കാനോ യാതൊരു നടപടിയും നഗരസഭാ അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ദീർഘവീക്ഷണമില്ലാത്തതാണ് പദ്ധതി പരാജയത്തിലേക്ക് നീങ്ങാൻ കാരണമെന്നാണ് ഇപ്പോൾ ആക്ഷേപമുയർന്നിട്ടുള്ളത്. നഗരസഭയുടെ വികസന പദ്ധതികൾ പ്രഹസനമായി മാറുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്ഘാടന വേളയിൽ വലിയ പ്രചാരണം നൽകുന്ന പദ്ധതികൾ പിന്നീട് ആരും ശ്രദ്ധിക്കാതെ നശിച്ചു പോവുകയാണ്. ലക്ഷങ്ങൾ മുടക്കി ചെടിച്ചട്ടികൾ വാങ്ങിയതുകൊണ്ട് മാത്രം നഗരം സുന്ദരമാകില്ല. അത് കൃത്യമായി പരിപാലിക്കാനുള്ള സംവിധാനം കൂടി നഗരസഭ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. കരിഞ്ഞുണങ്ങിയ ചെടികൾ മാറ്റി പുതിയവ വെച്ചുപിടിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനും അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന KC പിള്ള അനുസ്മരണം തേവലക്കര പുത്തൻ സംഗീതത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ മുന്നോട്ട് പോകാനാകൂ. ശശി തരൂരിന്റെ ശരീരം കേന്ദ്രത്തിലും ചിന്ത മറ്റൊരിടത്തുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. മൂല്യം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. 2010 പരാജയപ്പെട്ടപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ വിമർശനം ഇടതുപക്ഷം കേൾക്കേണ്ടി വന്നു. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ വിജയമാണ് നേടിയത്. തേവലക്കരയിൽ KC പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം. ശശി തരൂർ MPയെയും അദ്ദേഹം വിമർശിച്ചു. തരൂരിന്റെ ശരീരം അവിടെയും ചിന്ത മറ്റ് എവിടെയെങ്കിലുമാണ്. അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു. മനസ്സെല്ലാം അവിടെ, തടി ഇവിടെ, തരൂരിന്റെ ശരീരം അവിടെ, ചിന്ത അവിടെ. അദ്ദേഹം മാത്രമല്ല, അത്തരക്കാർ 2-3 പേരുള്ള കമ്മിറ്റിക്കകത്ത്. ഇതാണ് പുതിയ കോൺഗ്രസ്. പുതിയ കോൺഗ്രസ് ഗാന്ധിജിയെ മറന്ന കോൺഗ്രസ് ആണ്. വിജയത്തിന്റെയും തോൽവിയുടെയും മുമ്പിൽ നാം പാഠങ്ങൾ പഠിക്കും. പാഠങ്ങൾ 2 പേർക്കും പഠിക്കണം. വിജയിച്ചാലും പഠിക്കണം, തോറ്റാലും പഠിക്കണം. ജയിച്ചാൽ അതിന്റെ പാഠങ്ങൾ പഠിക്കണം, തോറ്റാൽ ആ തോൽവിയെ പറ്റിയും പാഠം പഠിക്കണം. ആ പാഠം പഠിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അക്കങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് പരാജയം ഒത്തിരിയല്ല. 2010 ഇതുപോലെ പറഞ്ഞു, വലതുപക്ഷം പറഞ്ഞു, കേരളത്തിൽ നമ്മുടെ ആഫീസ് പൂട്ടി, ആകപ്പാട് പൊളിഞ്ഞ് പാളിയസായി, ഇനി ഒരു രക്ഷയില്ല ഇടതുപക്ഷത്തെന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ എന്താ ഉണ്ടായത്? 2011 ജനങ്ങൾ പറഞ്ഞു, ഈ പക്ഷം തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തോൽക്കേണ്ട പക്ഷമല്ല ഇത്, ഈ പക്ഷം ജയിക്കേണ്ട പക്ഷമാണ്. ഈ പക്ഷമാണ് പ്രതീക്ഷയുടെ പക്ഷമെന്ന് ജനങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്ക് മുമ്പിലായിരിക്കും നാം തലകുനിക്കാൻ തുടങ്ങുക, മറ്റെവിടെയും തലകുനിക്കില്ല. കേരളത്തിനും ഇന്ത്യക്കും നമ്മുടെ ആവശ്യമുണ്ട്. ഇടതുപക്ഷമില്ലെങ്കിൽ ആര് പറയും തൊഴിലാളിക്ക് വേണ്ടി? ആര് പോരാടും പാവങ്ങൾക്ക് വേണ്ടി?
ആര് ശക്തമായി ശബ്ദമുയർത്തും നീതിക്ക് വേണ്ടി ആ പക്ഷം ഇടതുപക്ഷമാണ്. ആ ബോധ്യം ഒരക്ഷരം മാത്രമല്ല വിശ്വാസ പ്രമാണമായി നമുക്കെല്ലാം ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ ആ ബോധ്യത്തെ പങ്കിട്ടെടുക്കും. അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ അവരെ പോലെ ആയാൽ ഞങ്ങൾ പൊറുക്കില്ല എന്ന് പറയും. നാം ആകില്ല എന്ന് നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ആകാൻ നമുക്ക് പറ്റില്ല, നമുക്ക് നമ്മളാകാനേ പറ്റൂ. പുത്തൻ സങ്കേതം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ തയ്യിൽ വീട്ടിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ സമ്മേളനം ബിനോയ് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. നാം ജീവിക്കുന്ന കാലത്തിൽ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും അനാവശ്യമായി മൂല്യത്തെ അർത്ഥം ചമയ്ക്കാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ട്. തെറ്റാണത്. മൂല്യമെന്ന വാക്കിന്റെ അർത്ഥം അതല്ല, പണമെന്നല്ല, അത് ആശയമാണ്, ജീവിതമാണ്, നിഷ്ഠകളാണ്, തീരുമാനമാണ്. അതാണ് മൂല്യം. ആ മൂല്യമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും ഒരു പുറത്തോടായി പോകും. ഇതാണ് നാം KC പിള്ളയെ ഓർക്കുന്നതെന്ന് നമ്മളെല്ലാം പഠിക്കേണ്ട ഈ കാലത്തിന്റെ രാഷ്ട്രീയ സത്തയെന്ന് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറയട്ടെ. KC പിള്ളയും ആ നേതാക്കന്മാരെല്ലാവരും തന്നെ നമുക്കെപ്പോഴും പറഞ്ഞു തന്ന പാഠം അതാണ്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന പാഠം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേരം സ്വാഗതം പറഞ്ഞു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ സരസമായി എന്നാൽ ഉൾക്കൊള്ളിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് KC പിള്ളച്ചേട്ടൻ നടത്തുന്ന കൊച്ചു കൊച്ചു പ്രസംഗങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുക. KC പിള്ളച്ചേട്ടൻ്റെ ഒരു വർത്തമാന ശൈലിയും അങ്ങനെ. അതുകൊണ്ടാണ് ഈ നാട് ഒന്നടങ്കം KC പിള്ളച്ചേട്ടനോടൊപ്പം നിന്നിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MS താര, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G ലാലു, R വിജയകുമാർ, RS അനിൽ, ഖണി ബെഞ്ചമിൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ, ജില്ലാ കമ്മിറ്റി അംഗം G മുരളീധരൻ, മോഹനക്കുട്ടൻ, P ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. നാടക കലാകാരൻ അഹമ്മദ് മുസ്ലിം സ്മൃതി ദിനം ആചരിച്ചു. അഹമ്മദ് മുസ്ലിം സൗഹൃദവേദിയും കാഖാക ലിറ്റററി ഫെസ്റ്റിവലും സംയുക്തമായാണ് സ്മൃതി ദിനം ആചരിച്ചത്. അഹമ്മദ് മുസ്ലിം സ്മാരക പുരസ്കാരം തിയേറ്റർ ആർട്ടിസ്റ്റ് മുരളി മേനോന് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അഹമ്മദ് മുസ്ലിം സൗഹൃദവേദിയും കാഖാക ലിറ്റററി ഫെസ്റ്റിവലും സംയുക്തമായാണ് അഹമ്മദ് മുസ്ലിം സ്മൃതി ദിനം ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് അഹമ്മദ് മുസ്ലിം സ്മാരക പുരസ്കാരം തിയേറ്റർ ആർട്ടിസ്റ്റ് മുരളി മേനോന് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. PR വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടൗൺ ക്ലബിൽ നടത്തിയ ചടങ്ങിൽ അനുഭവങ്ങൾ പങ്കുവെക്കൽ, ഓർമ്മകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. പുന്നൂർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഗോപൻ കൽഹാരം, പ്രമോദ് ശിവദാസ്, ചക്കാലത്തറ മണിലാൽ, സജീവ് മാമ്പറ, ജയലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ്, പുരസ്കാരം, അതും ഏറ്റവും അർഹമായ കരങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ്. ഇവിടെ ഒരു മുസ്ലിം കൈയുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള, കരുനാഗപ്പള്ളിയുമായി ബന്ധമുള്ള ഏറ്റവും അനുയോജ്യനായ ശ്രീ മുരളീധരനാണ് ഈ പ്രാവശ്യത്തെ അഹമ്മദ് മുസ്ലിം പുരസ്കാരം അവാർഡ് നൽകുന്നത്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുവാൻ അദ്ദേഹത്തിന് ഏറ്റവും ആത്മസുഹൃത്തായ ശ്രീ അഹമ്മദ് മുസ്ലിമിന്റെ പേരിൽ ലഭിക്കുന്ന പുരസ്കാരം ഊർജ്ജം പകരട്ടെ, കരുത്ത് പകരട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മൂർഖൻ പാമ്പിനെ പിടികൂടി. വള്ളികുന്നം ഇലപ്പക്കുളം കുമ്പഴ വീട്ടിൽ വഹാബിന്റെ വീടിന് സമീപത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. വള്ളികുന്നം ഇലിപ്പക്കുളം കുമ്പഴ വീട്ടിൽ വഹാബിന്റെ വീടിന്റെ സമീപത്ത് അടുക്കി വെച്ചിരുന്ന തടികൾക്കിടയിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. റെസ്ക്യൂ പ്രവർത്തകനായ കൊല്ലം തട്ടാമല സന്തോഷ് കുമാറാണ് പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ രാത്രിയിൽ റോഡിൽ നിന്നും പാമ്പിഴഞ്ഞു കയറിയതാണെന്ന് വഹാബ് പറയുന്നു. 9 മാസം പ്രായമുള്ള പെൺ ഇനത്തിൽപ്പെട്ട മൂർഖൻ പാമ്പാണെന്ന് റെസ്ക്യൂ പ്രവർത്തകൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പോരുവഴി ശാസ്താനട ചാങ്ങയിൽക്കാവിൽ തലയോട്ടി കണ്ടെത്തിയ സംഭവം. 3 മാസം മുമ്പ് പ്രദേശത്ത് നിന്നും കാണാതായ ആളിന്റേതെന്ന് സംശയം. ശാസ്താനട ചാങ്ങയിൽക്കാവിൽ റബ്ബർ തോട്ടത്തിലാണ് തലയോട്ടി കണ്ടത്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ സ്ത്രീയാണ് തലയോട്ടി ആദ്യം കണ്ടത്. പോരുവഴി ശാസ്താനട ചാങ്ങയിൽക്കാവിൽ റബ്ബർ തോട്ടത്തിലാണ് തലയോട്ടി കണ്ടത്. രാവിലെ ടാപ്പിങ്ങിനെത്തിയ ലത എന്ന സ്ത്രീയാണ് തലയോട്ടി ആദ്യം കണ്ടത്. രാവിലെ ഇതുപോലെ ഒരു തലയോട്ടി കണ്ടതായിട്ട്
നമ്മുടെ വാർഡ് മെമ്പറിനെ അറിയിച്ചു. തുടർന്ന് നമ്മൾ ഇവിടെ നിയുക്തപ്പെട്ട ആളുകളെല്ലാം എത്തി പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ചൂടനാട് പോലീസിനെ അറിയിച്ചു. അതിനുശേഷം പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള തൊഴിലാളികളെ കൂട്ടി നമ്മുടെ കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങളിലെല്ലാം വിശദമായ ഒരു പരിശോധന നടത്തി. അപ്പോൾ തലയോട്ടിയെ മാത്രമല്ല കുറച്ച് ബോൺസൂടെ അവശിഷ്ടങ്ങളും കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇവർ പ്രദേശവാസികളെയും പഞ്ചായത്ത് അംഗത്തെയും അറിയിച്ചു. ശൂർനാട് SHO ജോസഫ് ലിയോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി കാടുമൂടിയ പരിസരത്തെ കനാലിൽ തെരച്ചിൽ നടത്തി. ഇതോടെയാണ് കനാലിൽ നിന്നും ചില ശരീര അവശിഷ്ടങ്ങളും ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 മാസം മുമ്പ് പ്രദേശത്തു നിന്നും കാണാതായ രാജേന്ദ്ര ഭവനത്തിൽ രാജേന്ദ്രന്റെ മൃതദേഹാവശിഷ്ടങ്ങളാകാമെന്ന നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും ശേഖരിച്ച ശരീരാവശിഷ്ടങ്ങൾ പോലീസ് കൂടുതൽ പരിശോധനകൾക്കായി അയച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ തലയോട്ടിയും അസ്ഥികളും ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മരച്ചില്ലയിൽ വീട് കെട്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികന് അതിദരിദ്ര പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് നൽകി. വള്ളികുന്നം ഇലപ്പക്കുളം സ്വദേശി മോഹനൻ പിള്ളയ്ക്കാണ് സുമനസ്സുകളുടെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. അതിദരിദ്ര സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് നടത്തിയ സർവേയിലാണ് സ്വന്തമായി ഭൂമിയും വീടും റേഷൻ കാർഡും ഉൾപ്പെടെ ഒരു രേഖയുമില്ലാത്ത മോഹനൻ പിള്ളയെ കണ്ടെത്തിയത്. മരച്ചില്ലയിൽ വീട് കെട്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇലിപ്പക്കുളം കരോട്ടിൽ മോഹനൻ പിള്ളയ്ക്കാണ് സുമനസ്സുകളുടെ കാരുണ്യത്താൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർ നടത്തിയ സർവേയിലാണ് സ്വന്തമായി ഭൂമിയും വീടും റേഷൻ കാർഡുമടക്കം ഒരു രേഖയുമില്ലാത്ത ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. ആ ഷെഡിലാണോ താമസിച്ചിരുന്നതൊക്കെ? അതെ. ഭക്ഷണത്തിനൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം ഇവിടെ തന്നെയുള്ള ഭക്ഷണം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തന്നെയാണ്. വെളിയിൽ നിന്നും മേടിക്കില്ല? അങ്ങ് പോകില്ല. ഉപ്പും മുളകൊക്കെ അങ്ങ് പോകില്ലായിരുന്നു. ചെറുപ്പത്തിൽ നാടുവിട്ട് കർണാടകയിൽ എവിടെയോ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം 10 വർഷം മുൻപാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. നാട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും മരിച്ചിരുന്നു. മടങ്ങിയെത്തി മുൻപുണ്ടായിരുന്ന വീടിന് സമീപമുള്ള കാട്ടിലെ പറങ്കിമാവിന്റെ ചില്ലയിൽ ഏറുമാടം നിർമ്മിച്ച് അതിലായിരുന്നു വർഷങ്ങളോളം താമസം. പറങ്കിമാവുണങ്ങി നിലം പൊത്തിയപ്പോൾ അതിനു സമീപത്തായി ഒരു ഷെഡ് പണിത് അതിനുള്ളിലായി താമസം. സമീപ പുഞ്ചയിൽ നിന്ന് മീൻ പിടിച്ചു ചുട്ടും പറമ്പിലെ മരച്ചീനി മാന്തിയെടുത്ത് പച്ചയ്ക്ക് കഴിച്ചുമാണ് ജീവിച്ചിരുന്നത്. ഇതിനിടെയാണ് അതിദാരിദ്ര്യ സർവേക്കിടെ ഇദ്ദേഹത്തെ പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തുന്നത്. ഒരു രേഖയുമില്ലാത്തതിനാൽ അതിദാരിദ്ര്യമുള്ളവരുടെ പട്ടികയിൽ പേരുൾപ്പെടുകയല്ലാതെ ഒരാനുകൂല്യങ്ങളും ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡി രോഹിണി മുൻകൈയെടുത്ത് ആധാർ കാർഡും റേഷൻ കാർഡും ശരിയാക്കി കൊടുത്തു. തുടർന്ന് മാസം തോറും ഭക്ഷണ കിറ്റും അനുവദിച്ചു. സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ അതിദാരിദ്ര്യരില്ലാത്ത ഒരു കേരളമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളികുന്നം പഞ്ചായത്തിലും സർവേയിലൂടെ തന്നെ 12 അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുകയുണ്ടായി. 11 പേർക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മുക്തരാക്കുകയും, എന്നാൽ ഒരാളെ കരോട്ടിൽ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് വീടില്ല, വസ്തുവില്ല, ഒരു കാട്ടിനുള്ളിൽ ഒരു കൊച്ചു കുടിൽ കെട്ടി അവിടെ കഴിഞ്ഞുകൊണ്ട് മീൻ പിടിച്ച് അത് പാകം ചെയ്ത് കഴിച്ചുകൊണ്ടും തെങ്ങിലൊക്കെ കയറി തേങ്ങയിട്ട് കഴിച്ചുകൊണ്ടും ഒക്കെ ജീവിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം പുറം ലോകത്തേക്ക് വരാൻ മനസ്സ് കാണിച്ചിട്ടില്ലാത്ത ആ മോഹനൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ വന്ന് കാണുകയും പലരോടും ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമലല്ല, അതുകൊണ്ട് അടുത്ത് വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും VEOയും ഞാനും വാർഡ് മെമ്പറും കൂടി അദ്ദേഹത്തെ അവിടെ വന്ന് കാണുകയും ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ വരാൻ തയ്യാറാകുകയും ഇപ്പോഴാണ് അറിയുന്നത് റേഷൻ കാർഡില്ല, ആധാറില്ല, വോട്ടർ ID ഇല്ല, ഒന്നുമില്ലാത്തൊരാൾ. അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തമായി റേഷൻ കാർഡ് ആക്കി കൊടുത്തു, ആധാർ ആക്കി കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഒന്ന് കഴിഞ്ഞുകൂടുവാൻ ഒരു കൊച്ചു വീട് വേണം. അതിന് ലൈഫിൻ്റെ പദ്ധതിയിലൊന്നും അപേക്ഷയില്ലാത്തത് കൊണ്ട് അത്തരത്തിലത് സാധിക്കാൻ കഴിയുന്നില്ല. ആയതിനാൽ പലരെയും ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ വിനോദ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുവാനുള്ള ഒരു സഹായം ചെയ്യാം എന്ന് പറയുകയും അവിടെ ഒരു കൊച്ചു വീട് വെക്കുകയും എല്ലാ സൗകര്യങ്ങളോടും കൂടി
രോഹിണിയും മറ്റും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടു. സഹോദരനായ ഓമനക്കുട്ടൻ പിള്ളയെ പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് വീട് നിർമ്മിക്കാൻ സമ്മതിച്ചു. ഇക്കാര്യങ്ങൾ അറിഞ്ഞ കടുവുങ്കൽ ദ്വാരകയിൽ വിനോദ് വീട് സൗജന്യമായി നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പുകൊടുത്തു. 3,4 ലക്ഷം രൂപ ചെലവഴിച്ച് ഷീറ്റ് മേഞ്ഞ ഒരു മുറിയും അടുക്കളയും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് സൗകര്യമുള്ള അടച്ചുറപ്പുള്ള വീടും അദ്ദേഹത്തിന് നിർമ്മിച്ചു നൽകി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വ്യാഴാഴ്ച ഗൃഹപ്രവേശനം നടന്നു. ഡി രോഹിണി, ഉഷ പുഷ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി, കെ ജയമോഹൻ, NS സലീം കുമാർ, സെലിൻ ഗോപി, അജി, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പുനലൂർ ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 26 മുതൽ 28 വരെ നടക്കും. 26-ന് നേത്ര പരിശോധനാ ക്യാമ്പും വിളംബര ഘോഷയാത്രയും നടക്കും. 27-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. 28-ന് പൊതുസമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പുനലൂർ ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ് ഡിസംബർ 26 മുതൽ 28 വരെ നടക്കുന്നത്. 26-ന് രാവിലെ 10 മുതൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും നടക്കും. വൈകിട്ട് 4-ന് പ്ലാറ്റിനം ജൂബിലി വിളംബര ഘോഷയാത്ര പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് പബ്ലിക് ലൈബ്രറിയിൽ സമാപിക്കും. പ്ലാറ്റിനം ജൂബിലി വിളംബര ഘോഷയാത്രയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മുത്തുകുടയും ചെണ്ടമേളവും ഒക്കെ അകമ്പടിയായി അനൗൺസ്മെന്റ് വാഹനവും ഏതാണ്ട് എല്ലാ നമ്മുടെ ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു 10-200 പേരെയെങ്കിലും ഏറ്റവും കുറഞ്ഞ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്ക് TBയിൽ നിന്നും പുറപ്പെട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി വീണ്ടും ഐക്കരക്കോണം ലൈബ്രറിയിൽ എത്തിച്ചേരുക. TBയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം താലൂക്കിലെ ലൈബ്രറി ഭാരവാഹികളെല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകും. അതുപോലെ ലൈബ്രറിയുടെ വനിതകളും കുട്ടികളും എല്ലാവരും ഈ സംഘടനയിൽ പങ്കാളികളായിരിക്കും. അതിലെല്ലാവരുടെയും നല്ല ഒരു സഹകരണം പത്രമാധ്യമങ്ങളിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷം നമ്മൾ ബാലകലോത്സവമൊക്കെ കുട്ടികളുടെ പേരിൽ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞതാണ്. 27-ന് രാവിലെ 10-ന് ക്വിസ് മത്സരവും വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനവും നടക്കും. സാംസ്കാരിക സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO സോഹൻ റോയി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. MS സത്യബാബു അധ്യക്ഷത വഹിക്കും. മുരളീകൃഷ്ണൻ KB പ്ലാറ്റിനം ജൂബിലി സന്ദേശം നൽകും. രാത്രി 8-ന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ നാടകം അരങ്ങേറും. എന്നാലും കുട്ടികളെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്ന നമ്മൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് മത്സരങ്ങൾ സ്കൂളുകളുടെ അനുവാദത്തോടുകൂടി നമ്മൾ സംഘടിപ്പിക്കുന്നു. ഒന്ന് ക്വിസ് മത്സരമാണ് HS വിഭാഗം, അത് 27-ാം തീയതി. പിന്നീട് 28-ാം തീയതി രാവിലെ നമ്മൾ സംഘടിപ്പിക്കുന്നത് പെയിന്റിംഗ് മത്സരമാണ്, അത് വാട്ടർ കളറാണ്. ഈ മത്സരങ്ങളുടെ ഭാഗമായി 2 സമ്മേളനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന, അതായത് 27-ാം തീയതി ശനിയാഴ്ച ഉദ്ഘാടന സമ്മേളനവും തുടർന്ന് ഏരീസ് ഗ്രൂപ്പ് CEO ശ്രീ സോഹൻ റോയ് സാർ പങ്കെടുക്കുന്ന പരിപാടിയുമാണ്. 28-ന് രാവിലെ 10 മുതൽ പെയിന്റിംഗ് മത്സരം നടക്കും. വൈകിട്ട് 4-ന് അക്ഷരശ്ലോക മത്സരവും 6-ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനത്തിൽ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. S സജീവ് അധ്യക്ഷത വഹിക്കും. PS സുബാൽ MLA സ്മരണിക പ്രകാശനം ചെയ്യും. K പുഷ്പലത ചികിത്സാ ധനസഹായവും K സലീം മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്യും. പ്രൊഫസർ P കൃഷ്ണൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കും. 28-ന് രാത്രി 8:30 മുതൽ ഗ്രാമോത്സവം അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ED അന്വേഷിക്കും. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ കോടതി ഉത്തരവ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ മുന്നോട്ടു പോകാനാകും. ശശി തരൂരിന്റെ ശരീരം കേന്ദ്രത്തിലും ചിന്ത മറ്റൊരിടത്തുമാണെന്നും വിമർശനം. പോരുവഴി ശാസ്താനട ചാങ്ങിയൽക്കാവിൽ തലയോട്ടി കണ്ടെത്തി. 3 മാസം മുമ്പ് കാണാതായ ആളിന്റേതെന്ന് സംശയം. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ സ്ത്രീയാണ് തലയോട്ടി ആദ്യം കണ്ടത്. പുനലൂർ നഗര സൗന്ദര്യവൽക്കരണം.
നഗരസഭ ആവിഷ്കരിച്ച പദ്ധതി പാഴാകുന്നു. MLA റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച ചെടികൾ സംരക്ഷണമില്ലാതെ കരിഞ്ഞുണങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.